അവിടെ നടന്നു വരുന്നുണ്ട് ഗൈസ്. അതാരാന്ന് കണ്ടു? പപ്പ ഞാൻ നോക്കുമ്പോ അവിടുന്ന് ഒരാൾ നടന്നു വരുന്നു, പരിചയമുള്ളൊരു മുഖം. അയ്യോ പൊന്നാ, ആരാന്ന് സാധനങ്ങൾ എടുക്ക വന്നപ്പോ മമ്മി കിടാവിന് പായസം എന്ന് പറയണ കാരണം പരിപ്പ് പായസം ഉണ്ടാക്കാനായിട്ട് നോക്ക. അടിച്ചിന് പായസം ഉണ്ടാക്കാണ് അമ്മിച്ചി. പായസം സുന്ദരന് പായസം സുന്ദര അമ്മിച്ചിക്ക് പാവട കാലിന് നീരുണ്ട് സുന്ദരേ. മാങ്ങ കൂടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൂസും പപ്പയും കടയിൽ പോയിട്ട് ഉച്ചന് പപ്പ പോക്ക് മേടിക്കാൻ വന്നുണ്ട്. അപ്പം അതിലേക്ക് ഇടാൻ കായ മേടിക്കാൻ വേണ്ടി പോവുക. ഞങ്ങളതിനിപ്പോഴും നീറ്റ് പോവും കേട്ടോ. അതിനെ ഞാൻ അമ്മിച്ച് വിളിക്കണോ? അതിൽ ഇവിടെ പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അവൻ കുറേശ്ശെ കുടിച്ച് ഇത്രയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളത് ചായ കുടിച്ചു. അപ്പം അത് ഞങ്ങൾക്ക് വന്ന് ഒരു 2 മണിക്കൂറെ കിട്ടിയിട്ടുള്ള തുടങ്ങി. ആദ്യം കൊണ്ട് പോയോ? അപ്പം കിടക്കട്ടെ, കുറച്ച് കഴിഞ്ഞാൽ പോകണം. എത്ര മണിക്ക് ഇവിടുന്ന് പോകണ്ടേ? ആദ്യം ഇറങ്ങി. ചാർലി ഇവിടെ തന്നെ കിടക്കുന്നു. ആദ്യം ഇതേ പാപ്പം തരുന്ന അമ്മച്ചി. പാപ്പം ഇഷ്ടല്ലോ നമ്മുടെ അവൻ കുടിക്കോളൂ. നമ്മള് അമ്മച്ചി സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. ആദികൂട്ടന് വേണ്ടി, ആദീസിന്, എനിക്കും ആദീസിനും വേണ്ടി മെയിനായിട്ട്. പിന്നെ പരിപ്പ് എൻ്റെ പൊന്നെ കിട്ടില്ലാണ്. പരിപ്പ് പായസം. പൊന്നൊന്നും പരിപ്പ് പായസം കൊണ്ടില്ല. പൊന്നോ സേമിയയുടെ ആളാണ്. മമ്മി ആദീസ് നേരം പായസം ചോദിച്ചിട്ട് പരിപ്പ് പായസം ഉണ്ടാക്കി. പരിപ്പൊക്കെ ആക്കി അമ്മയ്ക്ക് എഴുന്നേറ്റിക്കാൻ പറ്റില്ല. കാലുമ്പ പ്ലാസ്റ്റർ ഇട്ട് ഇരുന്നിട്ട് 1 മാസമായിട്ട് ഇരിക്കുന്നു. പായസം ഉണ്ടാ? പായസം അമ്മച്ചി ഉണ്ടാക്കി തന്നെ. ഞങ്ങളിനി റെഡി ആയിട്ട് വേഗം പോകണം. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ കഴിച്ചിട്ട് വേഗം വെച്ചൊരു കുറച്ച് സമയം, ഒരു 2 മണിക്കൂർ ഒന്ന് കണ്ണടച്ചത്. അല്ലെങ്കിൽ വണ്ടി എടുക്കാൻ പറ്റില്ല. ഇനി ഇവിടുന്ന് വേഗം കൊച്ചിയിലെത്തണം. ചാർലി ഇവിടെ ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. താടിയും പൊട്ടും. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഇൻസ്റ്റാഗ്രാം താടിയും പൊട്ടും ഒഫീഷ്യൽ, ഫേസ്ബുക്ക് താടിയും പൊട്ടും. ഗൈസ്, അപ്പൊ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ലൈക്ക് അടിച്ചിട്ട് തന്നെ തുടങ്ങാം. അതെ, സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ലൈക്ക് അടിക്കുക. അപ്പൊ ഷൂട്ടിന്റെ ഭാഗമായിട്ട് പോവാണ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അടിപൊളി ഗസ്റ്റ് ആണ്. ആരാന്ന് പറയാം. പൊളിച്ചെടുക്ക. ദാസേട്ടൻ കോഴിക്കോട്. ഒരേ വൈബാണ്. ദാസേട്ടൻ ഞങ്ങളുടെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് ദാസേട്ടന്റെ ഭാര്യയും കാണാറുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങിയ സമയം തൊട്ടേ ദാസേട്ടൻ ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ദാസേട്ടൻ ഇപ്പൊ ഇത്രയും വലിയൊരു ഇതിൽ നിൽക്കുമ്പോ നമുക്കും ഒരുപാട് സന്തോഷം. അപ്പൊ ദാസേട്ടനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു അവസരം നമുക്ക് വരുമ്പോ അടിപൊളി വൈബായിരിക്കും. പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ റീലും സംഭവങ്ങളൊക്കെ ചെയ്യണം. പിന്നെ നമ്മളെ അടുത്ത് 2 മണിക്കാണ് ഷൂട്ട് പറഞ്ഞ. 2 മണിക്ക് പ്രിയ നമ്മുടെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു 2 മണിക്ക് ഷൂട്ട് സ്ഥലം അയച്ചു തന്നു. അപ്പൊ ലൊക്കേഷനിലേക്ക് നമ്മൾ പോകണം. ദാസേട്ടൻ അവിടെ ഏതൊരു ഹോട്ടലിലാണ്. മറ്റു പല കാര്യങ്ങൾക്കും ആൾക്ക് ഭയങ്കര തിരക്കാണ് ഇപ്പൊ, ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് പോകണം, സ്റ്റുഡിയോയിലേക്ക് അല്ല. പറപ്പിച്ച് വിടുന്നുണ്ട്. ഇവിടുന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ട്രാഫിക് ഉണ്ട്, നല്ല ബ്ലോക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് 2 മണിയാകുമ്പോ 5 മിനിറ്റ് 10 മിനിറ്റ് എത്താൻ തോന്നുന്നു. പിന്നെ നമ്മുടെ ദാസേട്ടനല്ലേ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കയ്യിൽ നിന്ന് നമ്മള് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിക്കും. നമ്മുടെ ദാസേട്ടൻ തന്നെ അറിയാം. ദാസേട്ടൻ പറഞ്ഞു വായോ നമ്മള് ഒപ്പിച്ചുണ്ടാവില്ലേ പൊന്നിന്റെ ഒപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് നെക്സ്റ്റ് വീക്കിലേക്ക് ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പൊ നമ്മള് പ്രിപ്പറേഷൻ അപ്പൊ പിന്നെ നമ്മള് ചേഞ്ച് ആക്കി വെച്ചു. അപ്രതീക്ഷിതമായ ഒരു ഇതാണ്.
ദാസേട്ടൻ വന്നവർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ മാറ്റിന് നമ്മളെ വിളിച്ചു. അപ്പൊ നമ്മള് ഓൾറെഡി ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് കോയമ്പത്തൂർക്ക് പോകാൻ വേണ്ടി വന്നു. ഞങ്ങൾക്ക് ഇരിക്കാനോ കിടക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല. നല്ല കണ്ണൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഉറങ്ങി പോവോ ഞാൻ. പിന്നെ ദാസേട്ടനാണ് ഓപ്പോസിറ്റ്, ഉറങ്ങാനുള്ള ഗ്യാപ്പ് കിട്ടില്ല. ആള് ഫുൾ വൈബും എനർജിയാണ്. അപ്പൊ അടിപൊളിയായിരിക്കും. നമ്മുടെ അതേ വൈബുള്ള ഒരാള് വർത്താനൊക്കെ പറയാൻ അടിപൊളിയായിരിക്കും, നമുക്കറിയാം. അപ്പൊ ദാസേട്ടന്റെ വളർച്ചയിൽ ഞങ്ങളും ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പൊ സാദിസൊക്കെ വീട്ടിലുണ്ട്, അപ്പാപ്പയുടെ മമ്മിയുടെ അടുത്താണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരം കയ്യിൽ വെച്ചിട്ടുള്ള പോക്കാണ് ഗൈസ്. കുറച്ച് സ്ഥലങ്ങളില് ബ്ലോക്ക് കിട്ടി. ബ്ലോക്ക് ഇവിടെ റോഡ് പണിയണ കാരണം വേറെ രക്ഷയില്ല. അപ്പൊ ബ്ലോക്ക് കിട്ടുമ്പോ നമ്മൾ ഉദ്ദേശിച്ച സമയം പിന്നെയും അരമണിക്കൂർ മുന്നേ എത്തേണ്ടതാ. പക്ഷെ ഞങ്ങൾ അരമണിക്കൂർ മുന്നേ എത്തുന്ന രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിയ. പക്ഷെ ബ്ലോക്ക് വരുമ്പോ നമുക്ക് ഇതിൽ കാണിക്കുന്ന സമയം പിന്നെയും ലേറ്റ് ആവും. പിന്നെയും നമുക്ക് ഇവിടെ ഇതിൽ കാണുന്നില്ലല്ലോ. നമ്മള് എത്തുമ്പോ ചിലപ്പോ അവിടെ ചോപ്പ സിഗ്നലും മറ്റേ സിഗ്നലൊക്കെ ആയിട്ട് നിൽക്കും. പിന്നെ അതുപോലെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് തള്ളി നീക്കി അങ്ങനെയൊക്കെ കയറി വരുമ്പോഴേക്കും പിന്നെ അടുത്ത ബ്ലോക്ക് കിട്ടും. എനിക്കാണെങ്കിൽ വൊമിറ്റിങ് ടെൻഡൻസി തോന്നുന്നു. മമ്മി അവിടെ പായസവും ഫുഡൊക്കെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പുലർച്ചയ്ക്ക് തന്നെ എഴുന്നേറ്റ് എല്ലാ സംഭവങ്ങളൊക്കെ ഒന്നും കഴിക്കാൻ പറ്റണില്ലേ. ചായ മാത്രം കുടിച്ചു. ഞാൻ 3 ഇഡ്ഡലി കഴിച്ച് ബാഗും ഒന്നും ഓർമ്മയില്ല എനിക്ക്. നമ്മള് ചെല്ലണ്ട പുലർച്ചയാ. പിന്നെ അവിടെ ജസ്റ്റ് പുലർച്ചല്ല, നമ്മള് എത്തിയപ്പോ 7 മണിയായി. നേരെ വെച്ച് റൂമിൽ പോയി കിടന്നു. ഒറ്റ കിടപ്പ് കിടന്ന് ഒരു 2 മണിക്കൂർ ഉറങ്ങുമ്പോഴേക്കും പിന്നെ ഞാൻ ബാഗും സാധനങ്ങളും പോവാനുള്ള ഡ്രസ്സും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. എന്നിട്ട് പോകുന്ന സമയത്ത് ആദ്യം ഞങ്ങൾ ഡ്രസ്സ് വാങ്ങി പോകാൻ മനസ്സിലായി. അപ്പൊ ആദ്യം ഇങ്ങനെ നോക്കി കൂടെ വരാൻ. അപ്പൊ അപ്പൂസ് ആദ്യക്ക് ലൈസ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ കടയിലേക്ക് അങ്ങോട്ട് കൊണ്ട് ഞങ്ങൾ വേഗം ആ ഗ്യാപ്പിലേക്ക് കാർ എടുത്ത് പോകും. പെട്ടെന്ന് ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാം. പിന്നെ ഇനി വീണ്ടും ഇത് ഭയങ്കര ബ്ലോക്ക്, കുറേ ബ്ലോക്ക് നമുക്ക് കിട്ടി. എങ്ങനെയെങ്കിലും ഒന്ന് പെടച്ചൊന്ന് സമയം സ്പീഡിൽ ഒന്ന് എത്തിക്കുമ്പോഴേക്കും അടുത്ത ബ്ലോക്ക് കിട്ടും. അപ്പൊ പിന്നെ നേരം വൈകും. പിന്നെയും തന്നെ ഇതൊന്നും ചെയ്യാനും പറ്റില്ല. പറപ്പിക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ സ്വിച്ച് ഇട്ട് പറപ്പിക്കായിരുന്നു മോളിൽ കൂടെ. അപ്പൊ ഇനിയിപ്പോ ഇന്ന് കഴിഞ്ഞ് വന്നാലും നമ്മള് പുലർച്ചെ പിന്നെയും കഴിയുമ്പോ പോകണം. അപ്പൊ അപ്പോഴും ഉറങ്ങാൻ സെറ്റ്. അപ്പൊ അങ്ങനെ നല്ല കട്ട ബ്ലോക്കാ ഗൈസ്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. കറക്റ്റ് 2 മണിക്ക് മുന്നേ തന്നെ പറപ്പിച്ചെത്തിച്ചിട്ടുണ്ട് നമ്മുടെ പാപ്പൻ. അല്ല അപ്പൊ ദാസേട്ട കൂടിയാണ്. അപ്പൊ നമ്മുടെ ക്രൂ മാറ്റിനി അവിടുന്ന് ഇപ്പൊ എത്തും. ഞാനാ ഞങ്ങളുടെ സ്വന്തം ദാസേട്ടൻ കോഴിക്കോട്. ദാസേട്ടൻ പറയും എന്തൊക്കെയുണ്ട് വിശേഷം. ഇത് ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടല്ല. വിശേഷങ്ങൾ പറയാന്ന് വെച്ചാൽ നമ്മളെ ഓരോ കാര്യങ്ങളൊക്കെ 2 ദിവസം ലീവായിരുന്നു. അപ്പൊ അങ്ങനെ കൊച്ചിക്ക് ഇറങ്ങി. മൂവി ഷൂട്ടിനാണ് ചേഞ്ച്. അത് കഴിഞ്ഞു നേരെ ഇവിടെ ഇറങ്ങി. എന്ത് നിങ്ങളെ കിട്ടില്ല. അങ്ങനെ ഇതൊരു സ്റ്റിറോയിഡിനെതിരായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ബോഡി ബിൽഡിംഗ്. അതായത് നമ്മള് മരുന്ന് കഴിക്കുക, അതുപോലെ തന്നെ പൊടി കളിക്കുക, അങ്ങനെ ബൾജിങ് ശരീരം ഇങ്ങനെ അങ്ങനത്തെ പരിപാടി ഇല്ലാതെ നാച്ചുറൽ ബോഡി ബിൽഡിംഗിന്റെ ഷോ ആണ്. അപ്പൊ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അവിടെ ഒന്നാൾക്ക് കഷ്ടപ്പെട്ട് എന്താ പറയാ അങ്ങനെ ചെയ്ത് ബസ്സിൽ വന്ന ആൾക്കാരാണ്. അതായത് ഇഞ്ചക്ഷൻ ഒന്നും അതിലില്ല. അതിന്റെ പരിപാടിയാണ്. ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യോ? ഇവര് ബുക്ക് ചെയ്തോ ഒരാഴ്ച ചെയ്തു. ആയി വരുന്നെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ അങ്ങനൊന്നുമില്ല. നമുക്കൊരു ലക്ഷ്യമുണ്ട്. സിനിമ മേഖല അതന്നെയാണ് മെയിൻ ലക്ഷ്യം. ഞാൻ എല്ലാം ചോദിച്ച അവസാനിപ്പിക്കുന്നില്ല. എനിക്ക് ഇന്റർവ്യൂ എന്റെ ഫുൾ ക്വസ്റ്റ്യൻസ് ഞാൻ ഇത് മാറ്റിനികാർ തന്ന ക്വസ്റ്റ്യൻ അല്ല. എനിക്ക് ദാസേട്ടൻ ഞാൻ വായത് എന്തൊക്കെ ചോദിക്കും. ദാസേട്ടന് അതേ വൈബായതുകൊണ്ട് പിന്നെ എന്നെ അറിയാൻ ദാസേട്ടന് നമ്മളെ ചാനലുണ്ട് എങ്ങനെയാന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് അപ്പൂസൻ ഉണ്ടാ കുറെ സാധനങ്ങൾ ഉണ്ടാക്കി തന്നെ. ഇത് ചോദിച്ചോളൂ കൊണ്ട്. അപ്പൊ വിച്ചുന് കൊടുത്തോ. വിച്ചു കിട്ടോ?
ഇത്ര എന്തായാലും വരും ആക്ഷൻ അത് ഹലോ, ഇറ്റ്സ് മീ യുവർ പൊന്നു വിത്ത് മാറ്റി. 2019 സ്വന്തം മോളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കാൻ വേണ്ടി, കളിപ്പിക്കാൻ, ചിപ്പിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യ ഒരു ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു. അതിലൂടെ വീഡിയോ ചെയ്ത് സ്വന്തം മോളുടെ കൂടെ കളിയും ചിരിയും എല്ലാമായി വന്ന ഒരാൾ ഒരുപാട് അധിക്ഷേപങ്ങളും കളിയാക്കലുകളും ഒരുപാട് നെഗറ്റീവ്സും കേട്ട് അതിനെല്ലാം ഒരു ചെറുപുഞ്ചിരിയോടെ കടത്തിവിട്ട് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്ത് ഇന്ന് അദ്ദേഹം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എത്തി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റിനായി ഒരുപാട് പേര് കാത്തു നിൽക്കുകയാണ്. ആരാണെന്നല്ലേ? പൊളിച്ചെടുക്കുക നമ്മളുടെ സ്വന്തം ദാസേട്ടൻ കോഴിക്കോട്. എന്റെ റിയൽ നായകനൊപ്പം ഞാൻ വീണ്ടും കയറി. പിന്നെ താരപതൊക്കെ നമ്മളില്ലാണ്ട് ദാസനോടെ കളിച്ചു. വിളിക്കുമ്പോ വരണ്ടത് അതുമില്ല, നമ്മളൊക്കെ വിളിക്കുമ്പോ വരാൻ സമയമില്ല. പിന്നെ ദാസേട്ടൻ നല്ല വൈബാണ് കേട്ടോ. ദാസേട്ടൻ ഭയങ്കര, നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യാൻ എളുപ്പം. ആള് കുറെ തിരക്കുണ്ട് ആൾക്ക്. ഇനി നമ്മള് 3-4 വീഡിയോ എത്ര റീലെടുക്കണം പറയും. പക്ഷെ ആൾക്ക് അവിടെ പെപ്പ വരുന്നുണ്ട്, മറ്റേ ജിംനാസ്റ്റിക്കിന്റെ അല്ലെ എന്തോ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോയിരിക്കണം. നമുക്ക് വേണമെങ്കിൽ പോവാം, കാണാൻ പറ്റും. പക്ഷെ നമുക്ക് തിരിച്ചു പോകണം, ഞങ്ങള് ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഇനിയിപ്പോ രാവിലെ കോയമ്പത്തൂർക്ക് പുലർച്ചെ പോകണം. പിന്നെ ഇപ്പൊ നിജിനാചേട്ടനൊക്കെ വരും, വിളിച്ച് പറയണം. അപ്പൊ അവര് അങ്ങോട്ട് എത്തും. അല്ല, ഇപ്പൊ പറഞ്ഞാലാണ് എത്താറാകുമ്പോഴേക്കെങ്കിലും എത്തുള്ളൂ. രാജേട്ടന്റെ ഒരു കിടപ്പുവാസം അനുസരിച്ച് രാജേട്ടൻ ഇപ്പൊ പറയണം. അങ്ങനെ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നു ചോദിച്ചു. ഭയങ്കര സഹകരണമാണ് മറ്റേ ദാസേട്ടൻ. ഭയങ്കര നന്നായി. ഞങ്ങൾ കുറച്ച് റീൽസ് ഒക്കെ എടുത്തുട്ടാ. പിന്നെ ആളുടെ ഇഷ്ടപ്രകാരം ആളുടെ സ്ഥിരം മാസ്റ്റർ പീസ് സ്റ്റെപ്പുകളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചു. നമ്മളത് എൻജോയ് ചെയ്തു. ആള് ഭയങ്കര വൈബാണ്. പിന്നെ നമ്മുടെ പ്രവീൺജിയും പ്രിയാജിയും അജിനും ക്യാമറമാനും ഒക്കെ തിരിച്ചു പോയി. നമ്മൾ ഇവിടുന്ന് പോവാണ്ട. പോണ വഴിക്ക് ഓരോ ചായ കുടിക്കും, ഞങ്ങൾ പിരിയും. വേഗം പോണം. നമുക്ക് ഇപ്പൊ തന്നെ അവരെ വിളിച്ച് പറയണം. അത്രേ ഉള്ളൂ. നമ്മൾ പോവാണ്. അവിടെ എത്തിരും. പൊളിച്ചെടുക്കാം. ചായ കുടിക്കാന്ന് കരുതി. കിട്ടില്ല ചായ കിട്ടില്ല. നൈസ് ചായ. ഇരുട്ടായി, വൈകുന്നേരമായി. 8 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലേക്ക് പോയി കണ്ടിരിക്കുക. തിരിച്ച് ആദ്യ പുസ്തകമൊക്കെ ഇപ്പൊ കിടന്ന് ഉറങ്ങായിരുന്നു. ഞങ്ങള് രാവിലെ പോയത് ഓട്ടം തന്നെ ഓട്ടാ. അപ്പൊ പരിപാടികളൊക്കെ പോയത് അടിഗംഭീരായി, സൂപ്പറായിട്ടുണ്ടായിരുന്നു. ദാസേട്ടന് ഹാപ്പി, നമ്മളെല്ലാവരും ഹാപ്പി, നമ്മളുടെ ക്രൂവും ഹാപ്പി അല്ലേ. പിന്നെ ഇവരുണ്ട കൂരാക്കൂരിട്ട് അപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിജിം രാജേട്ടനും ഈ സമയത്ത് വരാൻ പറഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് വർത്താനം പറയാൻ പറ്റുന്നത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവർ പോവും നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരുമിച്ച് വർത്താനം പറയാനുള്ള ഗ്യാപ്പോ സമയമൊന്നും കിട്ടുന്നില്ലല്ലോ ചേട്ടാ. അപ്പോൾ എന്നാലും അപ്പോൾ കുറച്ച് സമയമുള്ള സമയം കുറച്ച് സമയം സംസാരിച്ചിട്ട് അവർ പോവും. കാരണം രാജേട്ടന് നാളെ ജോലിക്ക് പോകണം. അങ്ങനെ അല്ലേ. ഞാൻ അവിടെ വന്നിട്ട് കാണിച്ചു തരാം. വായ ആമിന്റെ പൊന്ന് ടാക്കറ പൊന്ന്, ആമിന്റെ പൊന്ന് ടാക്കറ പൊന്ന്. യെസ് ഗുഡ് ബൈ. ആയി മുടി കെട്ടിയെന്നാ? ആരെ മുടി കെട്ടിയെന്നെ? കളിച്ച മേമ വന്നപ്പോ വലിയച്ചി വന്ന, കുഞ്ഞേച്ചി വന്ന, വലിയച്ചി വന്ന. രാജന്റെ വണ്ടി ഓടിയിട്ടാണ് ഗൈസ്, നമ്മുടെ വണ്ടി അകത്തിടാൻ വേണ്ടിട്ട്. എന്താ പപ്പേരെ പട്ടിക്കുട്ടികൾ കണ്ട രാജന്റെ വണ്ടി കൈ ഓടിയിട്ടുണ്ട്. അല്ലപ്പാ അടിച്ചു പോയോ? രാജേട്ടൻ
എന്തായി ഗേസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നു ഗേസ് പാതിരാത്രി. എന്തെന്റെ വിശേഷം? പപ്പ വയ്യാണ്ടായി പപ്പ, തളർന്നു, ഞാൻ തളർന്നു. കൈ പോകാനും കാല് പോകാൻ വയ്യ, ഛർദിക്കാൻ വരിക, തലവേദന എടുക്കുക. ഇതാരെ കെട്ടിയെന്നേ? അമ്മയാണോ? ആ അവൾക്ക് അങ്ങനെ അവനെ കെട്ടിയെടുക്കാറുണ്ട്, അവന് ഇഷ്ട. ഏ മേമ വരും വൈറൽ സാധനം. അമ്പോ തോമസ് വേബിനെ അമ്പോ ഇവിടുത്തെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുപോകാനുണ്ട് എനിക്ക്. അമ്മയുടെ സെറ്റ് സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയുള്ളൂ. സ്പെഷ്യൽ കളിയാട്ടോ. വയ്യ കാലം വന്ന് പ്ലാസ്റ്റർ ഊരിയിട്ടുള്ളോ, റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അതിന്റെ ചീലിന്റെ ഇടയിൽ പെട്ടിട്ട്. ഓ തമ്പാച്ച, താങ്ക് യു സോ മച്ച്. എല്ലാ കാര്യം ഭംഗിയായി നടന്നു. ഇവിടെ ഇരിക്കാനല്ലേ? കലിജാനോ പരിപ്പ് പായസം, പരിപ്പ് പായസം. അത് ഓടി കളിക്കുന്നതാ. പപ്പ പായസം ഓടിക്കല്ലേ? പായസം വേണ്ട. പെട്ടു, പപ്പ പെട്ടു. നീ മമ്മിക്ക് കൊടുക്കണം. അല്ല ഈ പായസ തന്നെ, പായസ പായസ. ഏ കാവ് പായസം പറഞ്ഞ നോക്കി മമ്മി ഒരു വട്ടായ പായസം ഉണ്ടാക്കി വെച്ചു. ഡിന്നർ കഴിക്കായിരുന്നു. ഇത് ഉരുളുണ്ടായിട്ട് നിൽക്കണം ഈ സാധനം. അടിച്ചു കുറ്റനി, അടിച്ചു കുറ്റനി. പോവാനുള്ള കാര്യങ്ങൾ നോക്കാനാട്ടാ. ഇനി വിച്ചുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം പപ്പയും അമ്മ ഇവിടെ മാങ്ങ നമ്മുടെ വീട്ടിൽ കുറേ ഉണ്ട്. മാസ് ഇവിടെയൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ഇതില് ആളുകളൊക്കെ പോകുമ്പോ ഒക്കെ പൊട്ടിച്ചു കൊണ്ടുപോലും നിറച്ചുണ്ട്. കേച്ച് അപ്പം പൊട്ടിക്കുന്നു, മോൻ കേച്ച് ചെയ്യുന്നു. ഡയറക്ഷന് പപ്പ മാംഗോ ഉണ്ടാ ടീച്ചേ? നിറച്ചുണ്ട് ആ സൈഡിലൊക്കെ. കുറേ പേർക്ക് പപ്പ ഒന്ന് കൊടുക്കുമ്പോൾ വീട്ടിൽ വരുമ്പോൾ അവിടെയൊക്കെ നിറച്ചുണ്ട്. വലുത് നോക്ക്. മാങ്ങ പൊട്ടിക്കുന്നതിന്റെ ചോട്ടിൽ തന്നെ നിന്നിട്ട് അമ്പോ ആദിസിന്റെ ഉറുമ്പേ ഉമ്മ കൊടുക്കണം. വരാട്ടാ. ആ വരാട്ടാ. പോയിട്ട് വരാട്ടാ. ആ വരാട്ടാന്ന് മമ്മിക്ക് ഹൈഫൈ കൊടുത്ത. താങ്ക് യു.
അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി ഇപ്പൊ ഇരുട്ടായി വിച്ചുന്റെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളുടെ വരവും പോക്കൊക്കെ ഇരുട്ടത്താണ്. അപ്പൊ കാലൊക്കെ ഒരു പരിവാണ് ഇങ്ങനെ ആടിയിട്ട് നിൽക്കണത്. പ്ലാസ്റ്റർ പൊട്ടിയിട്ടുള്ള പക്ഷെ ചീട് വെച്ച് പൊട്ടി എന്റെ ഈ സൈഡിലൊക്കെ പൊട്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതായി നിൽക്കുക. അതിന്റെ ഉള്ളിൽ അപ്പൊ നമ്മള് വന്നു കഴിഞ്ഞാൽ പിന്നെ ആളിനെ പിടിച്ചു നിൽക്കലാണ്. പോവാട്ടാ. അപ്പൊ ശരി പോവാ. അപ്പൊ ഇതിനൊന്ന് മമ്മിക്കും നമ്മളൊക്കെ പോലുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താടിയും പൊട്ടും ന്യൂ വീഡിയോ.